ഇല്ല സ്ലിപ്പായ ഇതുണ്ടോ യാത്രയെ സ്നേഹിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും രാവിലെ തന്നെ റൈഡർ പ്രേമി ബ്ലോഗിലോട്ട് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പം ഞാനും ദാസപ്പനും രാവിലെ തന്നെ പതുപോലെ കെട്ടും കിടക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പോൾ എവിടെയുള്ളതെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊടുപുഴ പൂമാല ഞാളിയാനി പൂവക്കണ്ടം ഭാഗത്താണ്. അപ്പം ഞാനും കുറേ കൂട്ടുകാരും ദാസപ്പനും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറേ വെള്ളച്ചാട്ടവും ഇവിടുത്തെ ഗ്രാമീണമായിട്ടുള്ള കുറേ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച മുതൽ നമുക്കങ്ങ് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമുക്ക് കാഴ്ചയിലോട്ട് വെൽക്കം ആകെ ബിനുവാണ് കേട്ടോ. അപ്പം നമുക്ക് കാഴ്ചയിലോട്ട് ഒരു നമ്മൾ മധുവളീൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടോ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. അവരുടെ നമുക്കായിട്ട് പാറയിൽ കാത്തിരിക്കുവാണ്. ഇതുണ്ടോ അവരവിടെ ഇരിപ്പുണ്ട്. ഇതാണ് നമ്മുടെ ഒരു വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം കണ്ടോ, മഴക്കാലമായി കഴിഞ്ഞാൽ ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ പവർ ഇന്ന് വേറെ ലെവലാണ് കേട്ടോ. ഇത് കൂട്ടുകാരായിരിക്കുന്നു. ഈ വെള്ളം ഒഴുകി നേരെ പോകുന്നത് നമ്മുടെ മൂലമറ്റം ആറ്റിലോട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടോ ഇതെല്ലാം ഭയങ്കര കാടാണ് കേട്ടോ. കാട് മൊത്തം ഈ നിൽക്കുന്ന എല്ലാം കൊക്കോയാണ്. കൊക്കോയും റബ്ബറും ജാതിയും പത്രയും സമൂഹമൊക്കെ നിൽക്കുന്ന ഒരു ചെറിയൊരു ഗ്രാമമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഞാളിയാനി ഗ്രാമം കേട്ടോ. ഇവിടുത്തെ ആ ഒരു കാഴ്ച ഉണ്ടോ. അതുകൊണ്ട് നമുക്ക് മേളിലേക്ക് പോയാലോ? മേളം അപ്പോൾ നമ്മളങ്ങനെ ഇവിടുത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടിട്ടേ ഇവിടുത്തെ വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം കേട്ടോ. നമ്മുടെ അഭിമന്യുവാണ്. അഭിമന്യു 5ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കും. ഇത് നമ്മുടെ കണ്ണൻചാട്ടനെ അറിയാമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഉണ്ടോ പത്രിയാണ് കേട്ടോ. ഇതൊരു ജാതി അല്ലേ, ജാതി ഇരിക്കുന്നു കണ്ണൻചാട്ടൻ. ഇത് നമ്മുടെ സുനീൽ സാറ്. ഇവിടുന്ന് നമ്മൾ മധുവലയിൽ നിൽക്കുന്നു. ഇവിടുന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെ കണ്ട് ഇപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ മുന്നോട്ട് പോവുക. ഇവിടെ എവിടെയെങ്കിലും വേറെ വെള്ളച്ചാട്ടം ഉണ്ടോ? ഉണ്ട്. അപ്പോൾ ആ ഒരു വെള്ളച്ചാട്ടം കൂടെ കാണാൻ വേണ്ടി പോവുകയാണ്. അല്ല കയറ്, ഞാൻ നിൽക്കുന്നത് ഇങ്ങനെ ഞങ്ങളെ ഏതൊക്കെയാണ്ടോ വഴി കൂടെ കൊണ്ടുപോവുക. ഇത് നമ്മുടെ ചെറുക്ക ബിനു, ഇതാണ് നമ്മുടെ മധുവലീൻ്റെ ചെറുക്കം കേട്ടോ. എത്രയാണ് പഠിക്കുന്നത്? ഞാൻ 5ാം സ്റ്റാൻഡേർഡിൽ. അപ്പോൾ 5ലാണ് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മൾ മുന്നോട്ട് കാണാം. ഈ കപ്പക്കൊമ്പനകത്ത് വഴിയൊക്കെ നമ്മൾ കയറി പോകുന്നത്. കപ്പക്കൊമ്പനും വാഴയും കീഴയും. ആ വീടല്ലേ വീടല്ലേ. അപ്പം ഇത് നടപ്പുഴി തന്നെയുണ്ട്. ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പാണ്. ഈ പറമ്പിലൂടെയാണ് നമ്മൾ ഇവിടുത്തെ ഒരു ആൾക്കാരുമായിട്ട് വന്നാൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ. ഇവിടെയാണ് നമ്മൾ ആ പട്ടിക്കുഞ്ഞൊക്കെ കണ്ട വീട്. ഒരു 3 പട്ടിക്കുഞ്ഞിനെ കണ്ടു. ഇതായിരിക്കും അമ്മേ. ഈ പാറക്കടയൊക്കെ ഇറങ്ങുന്ന സൂചന കേട്ടോ. തെറ്റലാണ് കേട്ടോ, തെന്നിക്കിടക്കുവാണ്. ഇവിടെ ഒരു വീട് കാണാം കേട്ടോ. ഇതൊക്കെ ഒരു പഴയ വീടാണ്. ഇവിടെ ആരാ കിടന്നേരം താമസിക്കുന്നത്? എന്തല്ലയാ ഇവിടെ ആരാ താമസിക്കുന്നത്? അയ്യോ, എല്ലാ വീട്ടിലും പട്ടിയുണ്ട് കേട്ടോ. എല്ലാ വീട്ടിലും പട്ടി. അതുകൊണ്ട് ഒരു 3 പട്ടിക്കുഞ്ഞുങ്ങളെ കണ്ടോ. രസമല്ലേ പറഞ്ഞതാ കണ്ടോ. 3 കുട്ടന്മാരല്ല, കുട്ടത്തികളാണ് കേട്ടോ. അവിടെ ഒരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. നമ്മൾ ഇവിടെ വന്നത് ഈ ഒരു വെള്ളച്ചാട്ടത്തിൽ
ഒരു കാഴ്ച കാണാൻ വേണ്ടിയാണ്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ വന്നത് ദാസപ്പൻ്റെ അടുത്ത് വന്നു. ദാസപ്പൻ അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വീട്ടിൽ കയറി നമ്മൾ ചെറിയൊരു ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോകണ പദ്ധതിയാണ് കേട്ടോ. നേരെ അതിലെയാണ് വന്നത്. ആരാ ഉണ്ട് പേരുണ്ട് 30-32 അല്ലേ? സായിപ്പാപ്പൻ. വേണ്ട കയറുമല്ലേ? പോവല്ലേ? ആ എന്നാ പോ വാ. കേറ്. നിങ്ങൾ സിനിമയിലെടുത്തു നിങ്ങളെ അല്ലേ? ദാസപ്പൻ ഒരു വരുവേ കേട്ടോ. ദാസപ്പൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ പോയി. അപ്പം ഈ കഴിഞ്ഞ ദിവസം ദാസപ്പനെ ചെറിയൊരു മോഡിഫിക്കേഷൻ ഒക്കെ വരും കേട്ടോ. നമ്മളൊരു ഇതുണ്ടോ ഒരു ഫുഡ് ഡ്രസ്സൊക്കെ നമ്മൾ പുതിയ ഒരെണ്ണം മേടിച്ചു. സൈഡിലൊരു ഏരിയിലൊക്കെ ഇതുണ്ടോ ഒരു ഏരിയിലൊക്കെ വെക്കാനായിട്ട് വേണ്ടി നമ്മൾ മേടിച്ചാണ് കേട്ടോ. അതാണ് ഇച്ചിരി സേഫ്. അതാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് ചെറിയ കുറേ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ചെറിയ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ ഒരു ഗുഹയുണ്ട്. ഗുഹയുടെ കാഴ്ച സൗന്ദര്യമൊക്കെ കണ്ടിട്ട് നമ്മൾ മടങ്ങുന്നതായിരിക്കും. അങ്ങനെ പോവില്ലേ? പോവാണ്. എന്നാൽ ആയിക്കോട്ടെ. ഇത് കയറിക്കോ. എവിടെയാ? അങ്ങനത്തെ കേട്ടോ മധുവളിൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. വീട്ടിൽ വന്നത് ഇതാണ് മധുവളിൻ്റെ വൈഫ്. അപ്പോൾ മധുവളിയിലും കൊച്ചു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് മധുവളിൻ്റെ വീടൊക്കെ പണിയുന്നുള്ളൂ. ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കളയും കാര്യങ്ങളൊക്കെ. ഇവിടെയാണ് ഇപ്പോൾ താൽക്കാലികമായിട്ടും ആഹാരമൊക്കെ പാകം ചെയ്യുന്നത് കേട്ടോ. ഇതാണ് മധുവളിൻ്റെ വീട്. ആഹാരമൊക്കെ പാകം ചെയ്യുന്ന ഒരു അടുക്കള കേട്ടോ. അപ്പം വീട് പണിയൊക്കെ നടക്കുന്നേ ഉള്ളൂ. കുറേ കയറിത്താമസമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മധുവളിൻ്റെ വീട്. എങ്ങോട്ടാ കരിക്കൊക്കെ ആയിട്ട്? ഇതാണ് കേട്ടോ നമ്മുടെ മധുവളിയും കേട്ടോ. അപ്പോൾ ബോഡി കാണിക്കുന്നില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. അത് നമ്മളെ കൊച്ചിനെ പരിചയപ്പെട്ടു. അപ്പോൾ ഇവിടെ നമുക്ക് ഇനി കുറേ കാഴ്ചകളുണ്ട്. ആ കാഴ്ച നമുക്ക് വാ. അപ്പം നമ്മളങ്ങനെ മധുവളിൻ്റെ വീട്ടിൽ വന്ന് ചെറിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കാരണം റബ്ബറാണ് കേട്ടോ. റബ്ബർ ഷീറ്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ നമുക്ക് തന്നെ ബോഡി ഷോ കാണിക്കാമോ? ബോഡി ഷോ ബോഡി ഷോയോ? അപ്പോൾ ഇവിടെ നമുക്കൊരു അള്ളുണ്ട് കേട്ടോ. അള്ളൊന്ന് കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതാണ് കേട്ടോ. ഇവിടെ ഏറ്റവും കൂടുതൽ കൃഷി എന്ന് പറഞ്ഞാൽ നല്ല ഈ കണ്ണക്കെല്ലാം കൊക്കയാണ് കേട്ടോ. കൊക്കോ, മാവ്, ആഞ്ഞിലിപ്ലാവ്, അല്ല കൊടി, റബ്ബർ. ഇതൊക്കെ ഇവിടെയൊക്കെ പറഞ്ഞാൽ 12 മാസം ഇതുപോലെ ഓസിലൂടെയാണ് വെള്ളം എടുക്കുന്നത് കേട്ടോ. ഇതുണ്ടോ ഇവിടെയാണ് കേട്ടോ അലക്കും കുളിയും കാര്യങ്ങളെല്ലാം കേട്ടോ. ഇത് നമ്മുടെ ഇവിടുത്തെ ബാത്റൂമാണ് കേട്ടോ. അതുണ്ടോ ആ കാണുന്ന ആഴ്ത്തമ്പനയാണ് കേട്ടോ. അതിൻ്റെ കൊല കണ്ടോ? ആഴ്ത്തമ്പന. ഇതാണ് അതിൻ്റെ കൊല കേട്ടോ. ഇതിൻ്റെ കള്ളൊക്കെ നമ്മൾ കുടിച്ചിട്ടുള്ളതാണ്. ധാരാളം ഇതിൻ്റെ കള്ളൊക്കെ കുടിച്ചിട്ടുള്ളതാണ്. ഇതിലതേ ഒരു ചോല ഒഴിഞ്ഞുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഒരു ചോല. അതെ ഇതിനൊക്കെ കൊക്കോയും. പോവാം. അതിന് ചെത്ത തന്നെ അത് എന്താ പൊന്നെ. അപ്പോൾ അത് ആഴ്ത്തമ്പനാണ് കേട്ടോ. അപ്പോൾ അത് അളിയനത് വേണ്ടെന്ന് വെച്ചിട്ടാണ്. ഇതൊക്കെ അടിപൊളി നല്ല സൂപ്പർ കാഴ്ചയാണ് കേട്ടോ. കാരണം അടിപൊളി നല്ല വൈബ്. ഇപ്പോൾ ഇവിടെ ഒരു അള്ളുണ്ടെന്ന് പറഞ്ഞാൽ അള്ളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞേ? ഓ അങ്ങനെ ചടങ്ങുണ്ടല്ലേ? അങ്ങനെ ഇതാണ്. ഇത് ഭയങ്കര ഒരു പാറയാണ്. നോക്കി എന്നാ വലിപ്പമുള്ളൊരു പാറയാണ്. നോക്കി അപ്പം ഇതാ അള്ളെന്നും പറഞ്ഞാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ ഇതല്ല അള്ളല്ലേ. തോട്ടപ്പുഴ ഉണ്ടോ? തോട്ടപ്പുഴ ഉണ്ടോ? ഈ പാറയുടെ കാഴ്ച സമുദ്രം നോക്കിയാൽ എന്നാ വലിയ വലിപ്പമുള്ളൊരു പാറയാണ്. നോക്കിയേ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ ഒരു അള്ളുണ്ട്. അള്ള് കാണാൻ വേണ്ടി അള്ളോ ഗുഹയോ പൊനം പൊത്തോ എന്നാണ്ടൊക്കെ പറയും കേട്ടോ. ഇതൊക്കെ നല്ല ശുദ്ധ ഉറവയാണ് കേട്ടോ. മഴക്കാലം ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ആഹാ ഇതാണ് കേട്ടോ നമ്മുടെ അള്ള്.
അടിപൊളി. ഇതേ കയറി പോകും. എന്താ പൊന്നെ, ഇതാണ് നല്ലത്. ഉണ്ടോ വെള്ളം വീഴുന്നുണ്ടോ? അടിപൊളി. ഇതിനൊരു പേടിയില്ല. ഇത് പേടിയുണ്ടോ? പേടിയില്ല. ഉണ്ടോ? അല്ല അടിപൊളി. ഇല്ല സ്ലിപ്പായ ഇതുണ്ടോ? അതെ അതുകൊണ്ടാ പോട്ടെ. അപ്പൊ നമ്മൾ വീണ് കേട്ടോ. ഇപ്പത്തെ ഇതാണ് കേട്ടോ അള്ള്. അപ്പോൾ അതങ്ങനെ അതിനകത്തോട്ട് ഉള്ളിലോട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കയറുന്നില്ല. പിന്നെ അത് ഇഷ്ടം പോലെ മുള്ളനും അതുപോലുള്ള കാട്ടുജീവി, ഒരു ഉറുമ്പ്, ഇങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് കേട്ടോ. പെരുമ്പാമ്പും ഉണ്ടല്ലേ? പിന്നെ എന്നാ ഉള്ളത്? പെരുമ്പാമ്പ്, മുള്ളന്, പാമ്പുകളെല്ലാം ഉണ്ട്. ഞാൻ അതെ കാണാൻ പറ്റുമോ? വാവല്. ഇതാണ് സ്ഥലം കേട്ടോ. അപ്പൊ ഇവിടെ നിന്ന് വന്നൊരു കാഴ്ച നോക്കിയേ. എന്താന്ന് നോക്കിയേ. ഓഹോ സൂപ്പർ. ദേ ആ കൊച്ചു കാണക്കത്താണ് നമ്മൾ വീണത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറണമെന്നുണ്ട്. പക്ഷെ മുഴുവൻ തോട്ടപ്പുഴയാണ് കേട്ടോ. ഇതുണ്ട കയ്യിലൊക്കെ കടിച്ച് പത്തി വെച്ചിരിക്കുന്നതാണ്. തോട്ടപ്പുഴ കടിച്ച് വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ നമ്മൾ അവിടെ വീണു. കാരണം വെച്ചാൽ ഈ പുഴു ഇലയും ചൊറിയണമൊക്കെ ഉള്ളൊരു പ്രദേശമാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ വെച്ച് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ.